ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ നമ്മൾ അർത്ഥം വെച്ചു. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ മനുഷ്യൻ ഇറങ്ങും പോലെ, പ്ലെയിൻ ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഗോവണിപ്പടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? മരത്തുമെന്ന് ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തേ പറഞ്ഞുള്ളൂ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതേ പടിയാണ് പറഞ്ഞു, ഇറങ്ങി വരും. എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാന്ന് വിചാരിച്ച് ഇറങ്ങി വരും എന്ന് പറയാൻ പാടില്ലേ? പറയാൻ പാടുണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടത്. രൂപം നമുക്ക് അറിഞ്ഞൂടാ, കാരണം അള്ളാഹു ഒരാളെ പോലെയല്ല, എങ്കിലല്ല അയാൾ ഇറങ്ങും പോലെ എന്ന് പറയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇവര് തന്നെ അങ്ങനെ അർത്ഥം നൽകിയിട്ടില്ലേ? ഈ ഹദീസിന് ഇവര് തന്നെ അങ്ങനെ അർത്ഥം നൽകിയിട്ടില്ലേ? പഠിച്ചു വച്ചോ. റിസാല, ഇത് റിസാലയാണ്. റിസാല എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ SSF-കാരന്റെ മുഖപത്രമാണ്. ആ റിസാലയിൽ കാണാം. എന്താ റിസാലയിൽ പറഞ്ഞത്? ശരിക്ക് ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ആരാ അർത്ഥം വെച്ചത്? മാഹിൻ സഖാഫി അർത്ഥം വെക്കാണ്. EK മാഹിൻ സഖാഫി കൊടുക്കുന്ന അർത്ഥാണത്. ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. വേറെ ഇറങ്ങല്ല, ഇറങ്ങി വരും. ആര്? അല്ലാഹു. ഹദീസിന് അർത്ഥം കൊടുത്തതാണ്. ഇനി വേറൊന്ന് കേട്ടോളൂ. ഇന്ന് ശഅബാൻ 15-ാം രാവാണ്. ഈ രാവിൽ അല്ലാഹു അവന്റെ അടിമകളിൽ പ്രത്യക്ഷപ്പെടും. അല്ലാഹു അവന്റെ അടിമകളിൽ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ ചോദിക്കും, പാപമോചനത്തിന് ആവശ്യപ്പെടുന്നവർക്ക് പുറത്തു കൊടുക്കുകയും റഹ്മത്ത് നൽകുകയും ചെയ്യും എന്നവൻ വിളംബരം ചെയ്യും. അപ്പൊ എന്തായി? അല്ലാഹു ഇറങ്ങി വരും, പ്രത്യക്ഷപ്പെടും എന്ന് നിങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ പത്രല്ലേ, കൃത്യമായി പറഞ്ഞിട്ടില്ലേ? റിസാല വാരികയിൽ 1996 ജനുവരി ലക്കം കൃത്യമായി നിങ്ങൾ എഴുതിയതാണത്. അല്ലാഹു ഇറങ്ങി വരും, അല്ലാഹു പ്രത്യക്ഷപ്പെടും എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി. തീർന്നില്ല. നിങ്ങൾ നോക്കൂ, അതേ റിസാല തന്നെ 2004 എഴുതുകയാണ്. ശ്രദ്ധിച്ചോ. ഇവിടെ ഇറങ്ങി വരും എന്നുള്ള അർത്ഥമല്ല മുജാഹിദ് പറഞ്ഞത്, അതന്നെ നിങ്ങളും പറഞ്ഞത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാര് പഠിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ റിസാലിന്നാ വായിക്കണത്, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അല്ലാഹു എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ അവിടെയും പടച്ച തമ്പുരാൻ ഇറങ്ങി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം പറയുന്നുണ്ട് അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക്. അതന്നല്ലേ നമ്മൾ പറഞ്ഞത്? വേറെന്താ നമ്മൾ പറഞ്ഞത്? അപ്പൊ സുഹൃത്തുക്കളെ, പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളെ കുറിച്ച് അവൻ എന്താണോ പറഞ്ഞത്, ആ അഖീദ മാത്രമേ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നുള്ളൂ. ഇവരും അത് ചില അവസരങ്ങളിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വലിയൊരു തർക്കാണെന്ത്? റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിലിരുന്നു, അർശിന്റെ വിഷയം. അപ്പൊ പറയണത് കണ്ടോ, മുജാഹിദ്